ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ശനിയാഴ്ച രാവിലെയാണ് ബ്രസീൽ തങ്ങളുടെ രണ്ടാമത്തെ മത്സരം കളിക്കുക. എതിരാളികൾ ഹെയ്ത്തിയാണ്. ഈ മത്സരത്തിന് വേണ്ടിയുള്ള ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പോസിബിൾ ലൈനപ്പ് നമ്മൾ നേരത്തെ പുറത്തു വിട്ടിരുന്നു. കാർലോ ആഞ്ചലോട്ടി പരീക്ഷണങ്ങൾ തുടരുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നെയ്മർ ഇന്നലെ ഗ്രൂപ്പിനോടൊപ്പം തിരിച്ചെത്തിയിരുന്നു. പക്ഷേ വാമപ്പ് മാത്രമാണ് ഗ്രൂപ്പിനോടൊപ്പം നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, എൻട്രിക്കിനെ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് കാർലോ ആഞ്ചലോട്ടി സ്ട്രൈക്കർ പൊസിഷനിൽ ഇഗോർ തിയാഗോ, മാത്യൂസ് കുഞ്ഞ എന്നിവർക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത്. പക്ഷേ അവസാന നിമിഷങ്ങളിൽ കുറച്ചു നേരം എൻട്രിക്കിനെ പരീക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ട്രെയിനിങ് ക്യാമ്പിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് കൂടി ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ പരിശോധിക്കുകയാണ്. അതായത് മിക്കവാറും അടുത്ത മത്സരത്തിൽ 4-2-4 എന്നുള്ള ഒരു ഫോർമേഷൻ ആയിരിക്കും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ ട്രെയിനിങ് സെഷനുകളിൽ എല്ലാം തന്നെ കാർലോ ആഞ്ചലോട്ടി ഈ ഫോർമേഷനാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. റോജർ ഇബാനസ് പുറത്തിരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ പകരമായി കൊണ്ട് ഡാനിലോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വന്നേക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലുക്കാസ് പക്കേറ്റയ്ക്ക് സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ല. പകരം മുന്നേറ്റ നിരയിലേക്ക് ലൂയിസ് ഹെൻറിക്കയെ കൊണ്ടുവരികയാണ് കാർലോ ആഞ്ചലോട്ടി ചെയ്യുക. അതുപോലെ തന്നെ കാസമിറോയുടെ സ്ഥാനം ഇപ്പോൾ സംശയത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെയും കാസമിറോയുടെ സ്ഥാനത്ത് ഫാബീഞ്ഞോയാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. കാസമിറോ ഒരുപക്ഷെ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗബ്രിയേൽ മഗല്ലസ്, റാഫീഞ്ഞ, ഈ രണ്ട് താരങ്ങൾക്കും ഇപ്പോൾ ചെറിയ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പകരം ലിയോ പെരേരയാണ് ഗബ്രിയേൽ മഗല്ലസിന്റെ സ്ഥാനത്ത് ഇന്നലെ കളിച്ചിട്ടുള്ളത്. റാഫീഞ്ഞയ്ക്ക് പകരം മാർട്ടിനെല്ലിയെ കോച്ച് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് രണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഇഗോർ തിയാഗോക്ക് തന്നെയാണ് മുൻഗണന. കൂടാതെ മാത്യൂസ് കുഞ്ഞയും അവിടെ ഫൈറ്റ് നൽകുന്നുണ്ട്. ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും കളിക്കുക. അതിനുശേഷമാണ് എൻട്രിക്ക് വരിക. എൻട്രിക്കിനെ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടിംഗ് 11-ൽ എൻട്രിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.